കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഒരു ഓപ്പൺ സംവാദം, റോഡ് സൈഡിൽ നിന്നുള്ള സംവാദമോ, നമ്മളിങ്ങനെ ചാനലിൽ ഇരിക്കുന്നത് പോലെ ഒരു സംവാദമോ ആകാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞോ? ഇതെല്ലാം ഡിബേറ്റബിൾ പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഇത്തരത്തിൽ മുഖാമുഖം നിന്ന് സംവാദമാണ് എന്ന തരത്തിലേക്ക് മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവും ചിത്രീകരിച്ചാൽ അത്തരത്തിലേക്ക് മുഖ്യമന്ത്രി ഓടി ഒളിക്കുകയാണ് എന്ന ഒരു ഹെഡിങ് ഇപ്പൊ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണാൻ കഴിയുമോ? എന്നിട്ട് ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, ഗുഡ് ഗവേണൻസ് ആണ് കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് അവാർഡ് ജഡ്ജ്മെന്റ് രൂപത്തിൽ വാങ്ങിച്ചു തന്നത് ഇതേ കോൺഗ്രസ് അല്ലേ? ഇതൊക്കെ കേരളത്തിൽ സംവാദമാണ്. വീഡിയോ അടക്കം പുറത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് കുറിപ്പ് എഴുതി കൊടുക്കുന്നവരെ കുറിപ്പ് നോക്കി വായിക്കാനല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് പിണറായി വിജയൻ എപ്പോഴൊക്കെ മൈക്കിന് മുമ്പിൽ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തനി ഗുണം കാണിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വാഗ്വിലാസങ്ങളൊക്കെ പുറത്തെടുക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ തനി സ്വഭാവം കാണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണ് എന്ന് കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ചില കുറവുകളെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ഈ വെല്ലുവിളിക്ക് നിൽക്കാതിരിക്കണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അരുൺകുമാർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫേസ്ബുക്ക് സംവാദമാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇപ്പൊ പറഞ്ഞാൽ പോരാ. മുഖ്യമന്ത്രിക്ക് 10-12 ഉപദേശകരുണ്ടല്ലോ. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും PRD ഉൾപ്പെടെ സകല സർക്കാർ സംവിധാനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ ഉപദേശകരൊക്കെ അതിന് പറ്റിയ കഴിവില്ലാത്തവരാണെങ്കിൽ അത് വിട്. നിങ്ങൾ ഈ എഴുതി കൊടുക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, ഈ തുണ്ട് കടലാസ് എഴുതി കൊടുക്കുക നോക്കി വായിക്കാൻ വേണ്ടി, അതിലെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അതിനുശേഷം ഫേസ്ബുക്കിലൂടെയുള്ള സംവാദത്തിന്, യുദ്ധത്തിന് ക്ഷണിക്കുന്നത്. ഫേസ്ബുക്കിൽ അദ്ദേഹം അതിനുശേഷം പോസ്റ്റ് ഇട്ടല്ലോ ഇല്ലേ? അദ്ദേഹത്തിന് അപ്പോഴെങ്കിലും പറയാമല്ലോ, ഞാൻ ഫേസ്ബുക്കിലുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് തള്ളിയിട്ട് പോകും, ബാക്കിയുള്ളവർ ഒരു മറുപടി പറഞ്ഞോ, വീണ്ടും ഞാൻ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് പോകും, ബാക്കിയുള്ളവർ മറുപടി പറഞ്ഞോ. അങ്ങനെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ?